നാം ഇന്ന് പറയുന്നത് +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫെഡറലിസം എന്നാണ്. എന്താണ് ഫെഡറലിസം? ഇന്ത്യ ഹാസ് യൂണിറ്റി. ഇന്ത്യക്ക് ഒരു ഐക്യതയുണ്ട്. മറ്റും രാജ്യങ്ങൾക്ക്, ചെറിയ ചെറിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ രാജ്യങ്ങൾക്കും അധികാരങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് യൂണിറ്റി ഇല്ല, അവർക്ക് ഐക്യതയില്ല. അവർ ചിന്നിച്ചിതറിപ്പോകുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത്. ഉദാഹരണമായിട്ട് USSR, ചെക്കോസ്ലോവാക്യ, അതുപോലെ തന്നെ കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ അധികാരങ്ങൾ ഉണ്ട് വ്യത്യസ്തമായിട്ട്. എന്നാൽ ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ രാജ്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുള്ളവർ, വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനങ്ങളുള്ളവർ, വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ളവർ, അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ശത്രുവിനെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൊണ്ട് തന്നെ നമ്മൾ അവരെ നേരിടുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് നാനാത്വത്തിൽ ഏകത്വമുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യക്ക് നാനാത്വത്തിൽ ഏകത്വമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിനെ ഉദ്ദേശിച്ചാണ്. ചില രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് 2 പൗരാവകാശമുണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, അവകാശ പൗരനാണ്. അതുപോലെ അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പൗരനായിരിക്കും. അങ്ങനെ 2 പൗരത്വം ഉണ്ടായിരിക്കും. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള തിരിച്ചറിയലുണ്ട്. ഫെഡറൽ സംവിധാനം എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള തിരിച്ചറിയലുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തിരിച്ചറിയലുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംയുക്ത സമ്പ്രദായമുള്ള ഗവൺമെൻറ് രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നിലനിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാജ്യത്ത് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിലനിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള അധികാരം എന്ന് പറയുന്നത് കറൻസി, അതുപോലെ തന്നെ ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പ്രതിരോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ്. എന്നാൽ പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളത്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരു നീതിന്യായ വിഭാഗം, ഒരു സ്വതന്ത്ര നീതിന്യായ വിഭാഗമാണ് അതിന് തീർപ്പ് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫെഡറലിസം ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫെഡറൽ രാജ്യത്ത് ഗവൺമെൻറ് സ്റ്റേറ്റിലും സെൻട്രലിലും ഒരുപോലെ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഒരു ഫെഡറേഷനാണ്. ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ. ഫെഡറേഷൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ഫെഡറൽ സംവിധാനത്തെയും പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാ ഫെഡറൽ സംവിധാനത്തിൻ്റെയും പോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യത്തിൻ്റെ അധികാരത്തെ സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുള്ളത് ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിന് പരിഹാരം കാണുന്നത് ഫെഡറൽ കോർട്ടായിരിക്കും. അങ്ങനെയാണ് ഫെഡറൽ സംവിധാനത്തിലുള്ളത്. സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമായി അധികാരം വിഭജിച്ച് നൽകുന്നു. വ്യത്യസ്തമായിട്ടുള്ള രേഖകളുള്ള
മേഖലകളിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ അധികാരം പങ്കുവയ്ക്കുന്നു. അത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് അധികാരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത് അധികാരങ്ങൾ വ്യത്യസ്തമായിട്ട് വിഭജിച്ച് നൽകുന്നുണ്ട്. എന്താണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്? നോക്കാം. അധികാര വിഭജനം എന്ന് പറയുന്നത് എന്താണ്? ഫെഡറേഷൻ സംവിധാനത്തിൽ രണ്ട് രീതിയിലുള്ള ഗവൺമെൻറ്റാണ്. ഒന്ന് പ്രാദേശിക ലെവലിലും മറ്റൊന്ന് ദേശീയ ലെവലിലുമുള്ള ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വ്യക്തമായി വിഭാവനം ചെയ്യുന്നത് കേന്ദ്രത്തിനും സ്റ്റേറ്റിനും അധികാരം വിഭജിച്ച് നൽകുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരം വിഭജനം നൽകുന്നത് ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ഭരണഘടനയുടെ 7-ാമത്തെ ഷെഡ്യൂളിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നതാണ് സ്റ്റേറ്റ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിനെ നിയന്ത്രിക്കുന്നത് അത് യൂണിയൻ ഗവൺമെൻറ് തന്നെയായിരിക്കും. എന്നാൽ അതിൽ വരുന്ന വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് തന്നെയായിരിക്കും. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 66 വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന 57 വിഷയങ്ങളുണ്ട്. ആ 57 വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും. 97 വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് 47 വിഷയങ്ങളെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് 66 വിഷയങ്ങളെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചർച്ച ചെയ്യുവാനും നിയമ ഭേദഗതി ചെയ്യുവാനുമുള്ള അധികാരമുണ്ട്. ഇനി കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന 47 വിഷയങ്ങളെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും തുല്യമായിട്ടുള്ള അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ നിയമനിർമ്മാണം നടത്തുന്നതിന്. ഇനി കൺകറന്റ് വിഷയത്തിൻ്റെ മേൽ തർക്കമുണ്ടാകുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. ഇത്രയുമാണ് നമ്മൾക്കിന്ന് ചർച്ച ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വിഷയങ്ങൾ പറയുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് ഷെയർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം.